ഹലോ. ഞാൻ ഇറങ്ങി. 5 lakhs ഉണ്ട്. 12 lakhsോ? നീ 5 അല്ലേ പറഞ്ഞത്? ഞാൻ ഇന്നലെ സെറ്റാക്കിയിട്ടുണ്ട്. കൊണ്ട് തന്ന്. അത് സാരമില്ല, നമുക്ക് ഷെയർ കിട്ടുമ്പം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ. ഇപ്പോൾ 7 കൂടെ വേണോ? അതെന്തിനാടാ? ഞാനതിപ്പോൾ ഇപ്പം എങ്ങനെ സെറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞന്നറിയാം. ഇത് തന്നെ ഒപ്പിച്ചത് ആരെങ്കിലും ശ്രദ്ധിക്കും. പിന്നെ നിന്റെ ഓർണമെൻറ്റ്സ് കിട്ടിയ ക്യാഷ് ഇല്ലേ? 35 ഉണ്ടെന്ന് പറഞ്ഞ, 35 ലക്ഷം ഉണ്ടെന്നല്ലേ പറഞ്ഞ. അപ്പം 40 പോരെ? നീ ആദ്യം അങ്ങനല്ലേ പറഞ്ഞ, ഡൗൺ പേയ്മെൻറ്റ് 40 കൊടുക്കാം, ബാക്കി നമുക്ക് EMI പോലെ അടയ്ക്കാമെന്ന്. ഇപ്പം എന്താ? ശകനം കൂടെ ഇത്തടുത്ത് തന്നെ പോയി സോപ്പിടാം. അവളിനി അവളൊരു മന്ദബുദ്ധിയാണ്. ഒരു വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ട് 5 ലക്ഷവും തന്നിട്ട് പോയി. ഇഷ്ടം പോലെ ക്യാഷാ. പിന്നെ അവളുടെ കയ്യിൽ തന്നെ ഉണ്ട്, ഹസ്ബൻഡ് പോലും അറിയാതെ ലക്ഷങ്ങൾ. അതുകൊണ്ട് അവൾ തരും. അവളെ ഇത്തിരി പൊക്കി അങ്ങ് നിർത്തിയാൽ മതി. ഞാൻ അങ്ങോട്ടൊന്ന് പോവാം, എന്നിട്ട് ഞാനങ്ങ് എത്താൻ. ഇന്ന് തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് വരാം. ഇവിടെ എന്നിട്ട് നിൽക്കണേ. രാത്രി തന്നെ നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. ഓക്കേടാ, വെച്ചോ. ഞാൻ താഴോട്ട് ഇറങ്ങുവാണ്. അവിടെ മറ്റേ വല്ല സാധനം കാണും. മച്ചിപ്പശു എൻ്റെ നാത്തൂനുണ്ടല്ലേ. എൻ്റെ കൊച്ചു മതി, അത് വേട്ടങ്ങ് വയ്ക്കും. ഇനി ഞാൻ സംസാരിക്കില്ല, എവിടെയെങ്കിലും വിളിച്ചിന്ന് കേൾക്കും. ശരി. പുറത്തുണ്ട്. ദുശകനായിട്ട് അവിടെ തന്നെ പോണ്ട്. രാവിലെ മുൻപിൽ തന്നെ പോണ്ട്. ഇപ്പം ചോദിക്കുക എവിടെ പോന്നു, എങ്ങനെ പോന്നു. ആഷ്ന, നീ രാവിലെ എവിടെ പോന്ന്? 100 ചോദ്യങ്ങളുമായിട്ട് ശല്യം തന്നെ. ഷോപ്പിൽ പോന്നു. അതിന് ഷോപ്പിലാ? എത്ര രാവിലെ പോണാ? എനിക്ക് ആവശ്യങ്ങളില്ലേ പിന്നെ? അല്ല, കുറച്ചുകൂടെ കഴിഞ്ഞു പോയാൽ പോരെ? അതിന് ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഒരു ഷോപ്പ് നടത്തണമെങ്കിൽ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്കിപ്പോൾ പോയേ പറ്റൂ. ഞാനേ കുഞ്ഞിൻ്റെ അത് മതിന് നോക്കുന്നുണ്ടല്ലോ. അത് മതി, മതിന് നോക്കുന്ന കണക്കങ്ങ് നോക്കിയാൽ മതി. എനിക്കിപ്പോൾ എന്തായാലും കുറച്ച് ബിസിയാണ്. മതിന് എന്നോട് ഇപ്പോൾ സംസാരിക്കാൻ നിൽക്കല്ലേ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ചിലപ്പോൾ ലേറ്റ് ആവും വരാൻ. ചിലപ്പം ഞാൻ അസ്നാത്തയുടെ വീട്ടിലോ അലീക്കയുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടേ വരും. എൻ്റെ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനോ സംസാരിക്കാനും ഒക്കെയാണ്. അപ്പം ചിലപ്പോൾ ഞാൻ ലേറ്റ് ആവും. ചിലപ്പോൾ 10 മണിക്കാവും. ഉമ്മ അടുത്ത് പറഞ്ഞുതരാം. ഉമ്മ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ഉമ്മ അവിടെ ഇറങ്ങണ്ടാന്ന് തോന്നി, എനിക്ക് സമയമില്ല. ലേറ്റ് ആയാലും ഇവിടെ എന്നെ കിടന്ന് വിളിക്കരുത്. ചിലപ്പോൾ എൻ്റെ ഫോൺ ബിസി ആയെന്നിരിക്കും, ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ കിടന്ന് വിളിച്ചിട്ട് ഇവിടെ കിടന്ന് ബഹളം വെച്ച് അനസുക്കായൊന്നും അറിയിക്കരുത്. ഞാൻ ഇനി വരും. ഞാനല്ല വിളിക്കുന്ന, ഉമ്മ ഇവിടെ കിടന്ന് ധൃതി പിടിക്കുമ്പം വിളിച്ചു പോകുന്നതാ. എൻ്റെ ഫ്രണ്ട് ഇപ്പം വരും. വേണ്ട വണ്ടി വേണ്ട, എന്തെല്ലാം അറിയണം. ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഉമ്മ അവിടെ നിന്ന് ബഹളം വയ്ക്കും. വിളി എന്ന് പറഞ്ഞു. അപ്പോഴേ ബഹളം വയ്ക്കുമ്പോൾ ഞാൻ വിളിച്ചു കൊടുക്കുന്നതാ. എനിക്കെന്താ, കൊച്ചിൻ്റെ ഒരു കാര്യം പറയാനായിരുന്നു. കൊച്ചിന് 6 മാസം ചോറ് കൊടുക്കണമെന്ന്. അതിനൊന്നും ആ പെണ്ണിന് സമയമില്ലല്ലോ. ആഷ്ന എന്തടി രാവിലെ തന്നെ? രാവിലെ തന്നെ നിന്നെ കാണാൻ വന്നതേ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ. അല്ല, താഴെ നിന്ന് പറഞ്ഞുകൂടായിരുന്നാ? നീ എന്ത് മോളി വന്നത്? താഴെ മച്ചായിരുന്നോളാ, ഞാൻ സംസാരിക്കായിരുന്ന. പോയോ? എന്ത് കാര്യം? എന്ത്? ഞാൻ അടുത്ത ഷോപ്പിനോട് ചേർന്നേ ഒരു ഷോപ്പ് കൂടെ കൊടുക്കാനുണ്ടെന്ന്. നിനക്കെടുക്കട്ടെ? ഞാൻ എന്തായാലും ഓൺലൈനിൽ സെയിൽ ചെയ്യാൻ പോവാ. അപ്പോൾ ആ കൂട്ടത്തിൽ നിനക്ക് സാരികൾ ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ അതും കൂടെ എന്നെ കൊണ്ട് താങ്ങത്തില്ലടേ, അതുകൊണ്ടാണ് വന്ന് പറഞ്ഞത്.
നല്ല സാരികളൊക്കെ ഇപ്പോൾ നല്ല നല്ല സെയിലാണ്. സാരികൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഞാൻ ഇപ്പം ചെയ്യുന്ന വെസ്റ്റേൺ വെയർസും ചുരിദാറുകളും ഒക്കെ അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു സാരി നല്ല സെയിൽ കിടക്കും. നിനക്കതങ്ങ് തുടങ്ങിയാലാ? ഞാൻ 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 ചെയ്യാനാ ഞാൻ ചെയ്യാനാടി. അപ്പം നമുക്ക് ഒന്നിച്ച് ഷോപ്പ് കാര്യങ്ങളെല്ലാം നോക്കാം. പക്ഷെ ഞാൻ എടുത്ത ഷോപ്പിനെക്കാളും കുറച്ചുകൂടെ വലുതാണ് ആ ഷോപ്പ്. ഓ നല്ലൊരു മുതലാളിയാവാം. ഇങ്ങനെ നിനക്ക് സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാം. എന്ത് ഭംഗിയായിരിക്കും. പിന്നെ നീ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും. ആ കൊള്ളാം. ഇങ്ങനെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാം അല്ലേ? അതിനിപ്പോ എന്തായും. ഓണർ വിളിച്ചിരുന്നു, ആ കടയും കൂടെ ഒന്നിച്ചെടുക്കുവാണെങ്കിൽ അവർക്കും അതാ നല്ലത്. പിന്നെ നമുക്ക് മറ്റൊരു ആ ഷോപ്പ് മറ്റാരെങ്കിലും എടുത്താൽ നമുക്കും ഒരു ബുദ്ധിമുട്ടാവൂല്ലേ. ഇതാകുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് കുറച്ചുകൂടെ വലുതാക്കാം. പിന്നെ നമുക്ക് ആ സൈഡിലോട്ടൊക്കെ കുറച്ച് ഇറക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വിപുലീകരിക്കാം. അങ്ങനെയുള്ള സജ്ജീകരണം എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ നിന്റെ പേരാ. നിനക്കാണെങ്കിൽ അങ്ങനെ തുടങ്ങണമെന്ന് ഭയങ്കര ഇഷ്ടമല്ലേ. നീ സാധാ ഒരു പാർട്ട്ണർ ആവുന്നതിനേക്കാളും നല്ലത് നിനക്ക് ഒരു ഷോപ്പ് തുടങ്ങുന്നില്ലേ. ഇന്ന് തന്നെ പൈസ കൊടുക്കണം. അല്ലെങ്കിൽ എടുക്കാൻ ആളുണ്ടെന്ന്. അതിന് ഞാനെന്താ വേണോടി? ഒരു 7 ലക്ഷം. ഈ വലിയ മുതലാളിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്തൊക്കെ പോവല്ലേ വണ്ടി. 7 ലക്ഷം അല്ലേ? നമുക്ക് സെറ്റാക്കാം. 7 ലക്ഷത്തിന് എടുത്തോണ്ട് വാടി. ഇന്ന് തന്നെ 7 വേണോ? എൻ്റെ ചെക്ക് ലീഫ് തീർന്നിരിക്കുവാടി. ഞാൻ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. ഷോ അത് സാരമില്ല, പോയി ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാം. പിന്നെ ഞാൻ നിൻ്റെ കൂടെ വരണ്ടേ? എഗ്രിമെൻ്റ് എഴുതാൻ വരണ്ടേ? ഞാൻ വിളിക്കുമ്പോൾ നീ വന്നാൽ മതി. അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് എഴുതിയേക്കാം, കുഴപ്പമില്ലല്ലോ. ഓ എങ്കിൽ അപ്പം പിന്നെ ആരും അറിയത്തുമില്ല. ഇവിടെ മച്ച ഇപ്പം അറിയണ്ട. നിനക്കിപ്പം മച്ച അറിയണം, മക്കൾ അറിയണം, അങ്ങനെയൊന്നും വേണ്ട. നീ രഹസ്യമായിട്ട് തന്നാൽ മതി. അറിയണ്ട ഇപ്പം. ഞാൻ മുതലാളി ആയതിനു ശേഷം പറയാം. നീ പോയി റെഡിയായേ. പുതിയൊരു കാർ എടുക്കണം. ബെൻസ് കാർ തന്നെ. അതീ വന്ന് അങ്ങോട്ട് ഇറങ്ങണം. ഒടമ എല്ലാത്തിനും എന്നെ ഞെട്ടിക്കണം. കെട്ടിയോനും മക്കളും എല്ലാം ഞെട്ടണം. ഇത് തന്നെ ഐഡിയ. അപ്പോഴേ മനസ്സിലാക്കുക ഞാൻ ഇത്രയും വലിയ ബുദ്ധിമതിയായിരുന്നു എന്ന്. ഞാനാരാ മോള്? അത് തന്നെ ഐഡിയ. ക്യാഷ് സെറ്റ്. ഓക്കെ. നേരത്തെ അസ്നാത്ത ചക്കരെ കൂടി കൂടി കളയല്ലേ. തുപ്പരുത് തുപ്പരുത്. കൂടി. നല്ല മോള്, പൊന്നു മോള്. അല്ലല്ലോ ഇനി കുറുമ്പ് കാണിക്കരുത്. കുറുമ്പ് കാണിക്കരുത്. ഇവിടെ കുടിച്ചേ. ഇച്ചിരി കൂടെ ഉമ്മ തരുന്നത് മൊത്തം കുടിച്ചോണം. അതാ ഈ കൊച്ചി ഇതുവരെ ഉറങ്ങിയില്ലേ? കുറുക്ക് കൊടുക്കുന്ന കുറുക്ക് കൊടുത്തതുമ്മ പാട് തന്നെ. തുപ്പരുത്. അവളെ ഇത്തിരി കുറുമ്പായിപ്പം. തുപ്പിക്കളയും. ഇത്തിരി തുപ്പലൊക്കെ കൂടുതലായിപ്പം.
ഭയങ്കര പഴമടിയാ കുറുക്ക് കുടിക്കാൻ. ഇവിടെ കിടന്നോ. ഉമ്മ 6 മാസമായി മോക്ക്. ചോറ് കൊടുക്കണ്ടേ? 6 മാസം. 6 മാസമായില്ലേ? ചോറ് കൊടുക്കണം. അമ്മക്കങ്ങ് കൊടുക്കാം, വീട്ടിൽ വെച്ചങ്ങ് കൊടുക്കാം. ഉമ്മ കൊടുത്താൽ മതി. അല്ല ചടങ്ങൊന്നും വേണ്ട. ഈ ചടങ്ങായിട്ടൊന്നും നടത്തണ്ട. ചെറുതായിട്ട് നമുക്കൊരു പായസമൊക്കെ വെച്ച്. ഇല്ലടി കുറുമ്പി, നിങ്ങക്ക് ചോറ് തരണ്ടേ? കേട്ടോടി കുറുമ്പി പെണ്ണെ, നിനക്ക് ചോറ് തരും. ഇനി തൊട്ട് ചോറും കറിയും കൂട്ടി വേണം അങ്ങോട്ട് തിന്നേണ്ടത്. ഇങ്ങനെ കുറുക്ക് കുടിക്കാനല്ലേ നിനക്ക് മടി? നീ ചോറും കറിയും തരും. നല്ലൊരു ദിവസം നോക്കണം. ആശിനടുത്തൂടെ പറയാം. ഉമ്മ ആശിന വന്നില്ലേ? ഇതുവരെ വന്നില്ല. ഇപ്പൊ തോന്നിയ കണക്കല്ലേ, കട തുടങ്ങുന്നതിന്റെ തിരക്കില. അവിടെ കടയിൽ എന്തൊക്കെ വാങ്ങിയിടണം, അത് വേണം ഇത് വേണോന്നൊക്കെ പറയുന്ന കേക്കാം. രാവിലെ പോയാ വിളിച്ചാ ഫോണും എടുക്കത്തില്ല. അവിടെ ഭയങ്കര സംസാരവും മേശേന്റെ ഒക്കെ എന്തൊക്കെയോ എരപ്പും ബഹളവും ഒക്കെ കേക്കാം. ഗ്ലാസ് ഒക്കെ ഇടുന്നെന്ന്. ഒരു ദിവസം നമുക്ക് പോയി ഒന്ന് കാണാം എങ്ങനെ ഉണ്ടെന്ന്. അവളിന്ന് ഹസ്നയുടെ വീട്ടിൽ പോന്ന് പറഞ്ഞ്. ഹസ്നയുടെ വീട്ടിൽ പോന്ന എന്തിന്? ചിലപ്പോ അതായിരിക്കും താമസിച്ചത്. മോളുവിന്റെ പേരായിരിക്കും ഇടുന്നത്. മോളുവിന്റെ പേരായിരിക്കും ഷോപ്പിന് ഇടുന്നത് കേട്ടാ. വലിയ ആളായിപ്പോയി. ആശ വന്നമ്മ, ഞാൻ മോളെ ഒന്ന് കുളിപ്പിക്കട്ടെ. അമ്മ അങ്ങോട്ട് ചെന്നു പെറം കഴിയും. ഒന്ന് ഡോർ തുറന്നോളൂ. മോളെ പെറൊക്കെ ഒന്ന് കഴിയട്ടെ. ഉറങ്ങണ്ടേ? ഒന്ന് പെറം കഴി ഉറക്ക്. നീ ഇരുന്നാ രാത്രി ഇങ്ങനെ ഇരിക്കും. കിടത്തി ഉറക്ക്. ഇപ്പോഴാണ് ഇങ്ങനെ ഇരുന്നാ മതി. ഉറങ്ങണ്ടേ? രാത്രിയായി, ഉറങ്ങാനുള്ള സമയം കഴിഞ്ഞ്. കഥ തുറന്ന് കിടക്കുവായിരുന്നാ? തുറന്ന് കിടക്കുന്നു. നിങ്ങക്ക് കഥമൊക്കെ അടച്ചൂടെ? നീ എന്താണ് ഇത്രയും താമസിച്ചത്? ഞാൻ ഹസ്നാത്തോടെ വീട്ടിൽ പോയി. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. ഹസ്നയുടെ വീട്ടിൽ എന്തിനു പോയി? ഹസ്നയുടെ അടുത്ത് എന്തിനു പോയി? പൈസക്കാ? ഒരു 7 ലക്ഷം ഞാൻ അവളെ നിന്ന് വാങ്ങി. 7 ലക്ഷമോ?